സാർ നേരെ നമസ്കാരം. ഇന്ന് രാത്രി ഇരുട്ടത്തിരുന്നിട്ടാണ് ഞങ്ങൾ റിവ്യൂ പറയണത്. കിടന്നുകൊണ്ടാണ് പറയണത്, സോറി ട്ടാ. അപ്പോൾ ഇന്ന് പറയണത് നമ്മുടെ പ്രണവ് മോഹൻലാലിൻ്റെ ഹാലോവീൻ റിലീസായിട്ടുള്ള ഡൈസ് ഐറെ എന്ന് പറഞ്ഞ സിനിമയാണ്. അപ്പോൾ അതൊരു ലാറ്റിൻ വാക്കാണത്രേ. അതൊരു എന്താ പറയുക, ഹിമ്മോ മറ്റോ ആണ്, ഹിമ്മാണെന്ന് തോന്നുന്നു അത്. അപ്പോൾ അത് പണ്ട് കാലങ്ങളിൽ ഈ കാത്തലിക് രാജ്യങ്ങളിലും അവിടെയൊക്കെ ഈ മരണങ്ങളുണ്ടാകുമ്പോൾ അതിൽ വരുന്നൊരു ഹിമ്മാണ് ഇത്ര ഈ സാധനം, ഈ ഡൈസ് ഐറെ. എന്തോ ആവട്ടെ, സിനിമ കണ്ടു. സിനിമ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അതായത് നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്നൊരു വീട്ടിലിരുന്ന് കാണുകയാണെങ്കിൽ നമ്മൾ പേടിക്കും. നമ്മുടെ പണ്ട് കാലഘട്ടത്തിൽ വെള്ളസാരി എടുത്ത് വരുന്ന യക്ഷി അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഈ സിനിമയിലില്ല. പക്ഷേ ഇതിന് സംവിധായകൻ അവകാശപ്പെടുന്നത് ഇത് ഒരു ബേസ്ഡ് ഓൺ ട്രൂ ഇവൻറ്റ്സ് എന്നാണ് പറയണത്. ഈ കഥ ശരിക്ക് നടന്ന സംഭവങ്ങളുമായി ബന്ധപ്പെടുത്തി എഴുതിയിട്ടുള്ളൊരു ഫിക്ഷണൽ സ്റ്റോറിയാണെന്നാണ് പറയണത്. എന്തോ ആവട്ടെ, അപ്പോൾ അതൊരു ഒരു വ്യത്യസ്തമായ എക്സ്പീരിയൻസ് ആയിരുന്നു. മലയാള സിനിമയിൽ ആദ്യമായിട്ട് ഇങ്ങനൊരു ഹൊറർ പരീക്ഷണം, ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പരീക്ഷണം. അപ്പോൾ നമ്മളിപ്പോൾ സാധാരണ നമ്മുടെ സിനിമയിലൊക്കെ യക്ഷികളാണ് സാരി എടുത്ത് വരിക. ഇപ്പോൾ വിനയൻ സാറിൻ്റെ സിനിമകളിലൊക്കെ ആകാശഗംഗ സാരി എടുത്ത് വരുന്നു, പാട്ട് പാടുന്നു, പുതുമഴയായി വന്നു നീ എന്ന് പറഞ്ഞ പാട്ടൊക്കെ, പുതുമഴയായി വന്നു നീ, ഈ സാധനങ്ങളൊക്കെയാണ്. പക്ഷെ ഇതിലതൊന്നുമില്ല. ഇത് കംപ്ലീറ്റ്ലി ഒരു ഡിഫറെൻറ്റ് അപ്രോച്ചായിട്ടുള്ളൊരു സംഭവമാണ്. ഈ സിനിമ ഇവിടെ തീരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ കുറേ ചോദ്യങ്ങൾ ബാക്കി നിർത്തിയിട്ടാണ് ഈ സിനിമ അവസാനിച്ചിരിക്കുന്നത്. അപ്പം ഇനി ബാക്കി വരുന്നുള്ളിടത്തോളം തന്നെയാണ് ഇതിന് സംവിധായകനും പറഞ്ഞിട്ടുള്ളത്. ഒരു ഇൻ്റർവ്യൂവിൽ അയാൾ പറയണ്ടായിരുന്നു ഇതിവിടെ അങ്ങോട്ട് തീരുന്നില്ല എന്ന്. അപ്പം സിനിമ അതിൻ്റെ ടെക്നിക്കൽ ആസ്പെക്റ്റ്, ക്യാമറ വർക്ക്, അതിൻ്റെ എഡിറ്റിങ്, അതുപോലെ തന്നെ സൗണ്ട് ഡിസൈനിങ് പ്രത്യേകം എടുത്ത് പറയേണ്ട കാര്യമാണ്. സൗണ്ട് ഡിസൈനിങ്, അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു എന്താ പറയുക, മ്യൂസിക്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഡൈസ് ഐറെ ഹിമ്മിൻ്റെ നോട്ട് ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ടാക്കിയിരിക്കണതെന്നാണ് ഇതിൻ്റെ സംഗീത സംവിധായകൻ ക്രിസ്റ്റോ സേവിയർ പറഞ്ഞത്. അതൊരു തരത്തിൽ നമ്മളെ ഹോണ്ട് ചെയ്യുന്ന തരത്തിലുള്ളൊരു മ്യൂസിക്കാണ്. അത് സിനിമ തുടങ്ങുമ്പോൾ തൊട്ട് അവസാനം വരെ അതൊരു തരത്തിൽ ഇങ്ങനെ ഓ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടൈപ്പ് ഓഫ് ഹിമ്മിൻ്റെ ഒരു എന്താ പറയുക, ആ ഒരു സാധനം എപ്പോഴും ഈ സിനിമയിലുണ്ട്. അപ്പോൾ നമ്മളത് ഹെഡ്ഫോൺ, ഈ പറഞ്ഞ മാതിരി നമ്മൾ ഈ OTT റിലീസൊക്കെ വരുമ്പോൾ ഹെഡ്ഫോൺ വെച്ച് ഈ സിനിമ കാണുകയാണെങ്കിൽ ആ ഒരു സാധനം നമുക്ക് ഫീൽ ചെയ്യും. അത് നമ്മളെ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്യുന്ന ടൈപ്പ് ഒരു സാധനമാണ്. അപ്പം സിനിമ വളരെ നന്നായിട്ടുണ്ട്. ഒരു ഡിഫറെൻ്റ് അപ്രോച്ച് മലയാള സിനിമ. ഞാനെല്ലാ തരത്തിലുള്ള സിനിമകളും കാണുന്ന ആളാണ്. ഹൊറർ, ആക്ഷൻ, കോമഡി, റൊമാൻസ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു സിനിമ ആസ്വാദകൻ എന്ന നിലയിൽ ഒരു ഹൊറർ സിനിമ നമ്മൾ വ്യത്യസ്തമായി കണ്ടു എന്നുള്ള രീതിയിൽ വളരെയധികം ഞാൻ സിനിമ ആസ്വദിച്ചു. അപ്പം നിങ്ങളും കണ്ടു നോക്കുക. പ്രത്യേകം പറയണു, കുട്ടികളെ കൊണ്ട് തിയേറ്ററിലൊന്നും പോയി കാണരുത്, കുട്ടികൾക്ക് പേടിയാവും. അപ്പം എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.